ഹലോ ഗൈസ്, ഇന്നും ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ്. വേറെ ഒരുത്തുമല്ല, ഞങ്ങൾ മേൺസ് വേൾഡിലേക്ക് പോവുകയാണ്. ആർക്കാന്നല്ലേ, നമ്മുടെ സ്നേഹക്കുട്ടിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അവളുടെ പുള്ളിക്കാരന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ്. എൻ്റെ അച്ഛൻ അവിടെ പോയാണ് ഡ്രസ്സ് എടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് അവിടെ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയതാണ്. അവിടെ പോയപ്പോഴാണ് ഗൈസ് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. ഈ 2 ഷർട്ടും അവന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങൾ പിന്നെ താഴെയാണ് പാൻറ് എടുക്കാൻ വേണ്ടി പോയത്. എനിക്ക് എൻ്റെ അനിയൻ എന്തായാലും സ്കൂൾ വർക്കുമ്പോൾ അങ്ങോട്ട് പോകണം എന്നുള്ള ഒരു പ്ലാനായിരുന്നു. അച്ഛൻ എന്തുകൊണ്ടാണ് അവിടെ പോയി ഡ്രസ്സ് എടുക്കണമെന്ന് എനിക്ക് അവിടെ പോയപ്പോഴാണ് ഗൈസ് മനസ്സിലായത്. കാരണം എന്ന് വെച്ചാൽ നല്ല റേറ്റ് കുറവാണ്, അത്യാവശ്യം നല്ല കളക്ഷൻസും ഉണ്ട്. പിന്നെ ഞങ്ങൾ അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി രാമേന്ദ്രയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് വേറെ ഒന്നും നടന്നില്ല, കാരണം ഞങ്ങൾ തെക്ക് വടക്ക് നടന്നു. അത് മാത്രം തന്നെ, കാരണം അവന് മാച്ചായിട്ടുള്ള ഡ്രസ്സാണ് ഞങ്ങൾ അവിടെ നോക്കിയത്. പക്ഷേ ഒരു ഡ്രസ്സ് പോലും ഞങ്ങളെ കണ്ണുമുമ്പേ കണ്ടില്ല കേട്ടോ. അവസാനം ഒരു എ-ലൈൻ ടോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെ അവൾക്ക് വേറെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇത് വേറെ മോഡലുണ്ടല്ലോ, നോക്കാം, വേറെ കിട്ടിയില്ലെങ്കിൽ ഇത് എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതുവരെ പോയതല്ലേ, ഒരു കണ്ണാടി കണ്ടൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോഴാണ് ആൻസി അങ്ങോട്ട് വന്നത് കേട്ടോ. സംഭവം ഞാൻ ഇറങ്ങിയില്ല, അവൾ അപ്പം ഇറങ്ങുമെന്ന് അവൾ അന്വേഷിച്ചുകൂടി നടക്കുകയായിരുന്നു. പിന്നെ പറഞ്ഞു ചേച്ചി ഇവിടെ കിട്ടണില്ല, നമുക്ക് വിലാസത്തിൽ പോകാമെന്ന് പറഞ്ഞ് നേരെ നോക്കിയപ്പോൾ ആൻസി അവിടെ വന്നു. അപ്പോഴായിട്ട് അവൾ ബാഗൊക്കെ അവിടെ കൊടുത്തതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബാഗൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വിലാസത്തിൽ പോയി കേട്ടോ. ആൻസി നേരെ ജോലി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നതായിരുന്നു. വിലാസത്തിലെത്തിയപ്പോൾ പിന്നെ എന്തേലും കാണും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. അവിടെ കയറിയപ്പോഴേക്കും ഞങ്ങൾ ഷോർട്ട് ടോപ്പ് വെറുതെ നോക്കാൻ വേണ്ടി പോയപ്പോൾ ആൻസി ഇത് കണ്ടുപിടിച്ച്. പിന്നെ അത് അവൾക്ക് അത്യാവശ്യം നല്ല മാച്ചുമായിരുന്നു. അത് അടുത്ത ഏത് തുണി എടുക്കാം, എങ്ങനെ തയ്ക്കാം എന്നൊക്കെ വെച്ചിട്ട് അവർ നല്ല പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ 1 മണിക്കൂറത്തെ പ്ലാനിന് ശേഷം ഈ ഒരു തുണി എടുത്തിട്ടുണ്ടായിരുന്നു. ആൻസി ആണെങ്കിൽ ഈ ഒരു ഷോളും എടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക് ഹാഫ് സാരിക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ 3 പേരുമായിട്ട് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സ്നേഹ അതിൻ്റെ ഇടയിൽ കൂടെ ഓടിക്കളഞ്ഞ്. പിന്നെ ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻസിക്ക് അത്യാവശ്യം നല്ല വിശപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് നമുക്കിനി ചലിക്കാം എന്നുള്ള ഒരു മട്ടിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ സ്ഥിരം ഷാർജയൊക്കെ കുടിക്കുന്ന ഈ ഒരു കടയുണ്ട് കേട്ടോ, അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്നപ്പോഴാണ് മോമോസ്, ചൂടുള്ള മോമോസ് ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ആൻറ്റി 3 മോമോസ് എടുത്ത്. പിന്നെ അവൾ വാനിലയും ഞാൻ ചോക്ലേറ്റും സ്നേഹ സ്ട്രോബെറി ഫ്ലേവറുമായിട്ടുള്ള ഷാർജയൊക്കെ കുടിച്ച്. അപ്പം നേരെ സ്നേഹയുടെ കടയിൽ വന്നപ്പോൾ അവിടെ അത്തറിൻ്റെ പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കണ്ടപ്പോൾ ആൻസിക്ക് തപ്പി കിടന്ന ഒരു ഫ്ലേവർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് അതും വാങ്ങി ഞങ്ങൾ അവർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ. താങ്ക് യു.